മോഷണക്കുറ്റാരോപണത്തിൽ മനംനൊന്ത് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിലെ ദുരൂഹത നീക്കണമെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ മരണശേഷമെങ്കിലും മോഷണക്കുറ്റാരോപണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുവരണമെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ട ശേഷം 2026 ഫെബ്രുവരി 15 വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഫെബ്രുവരി 20 6ഉം 4ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം സാഹിദ ഇല്യാസ്, ജസീലയുടെ മരണത്തിൽ പോലീസിനും ഭർതൃവീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മോഷണ പരാതിയിൽ ജസീലയെ ആദൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും പരാതിക്കാരനോടൊപ്പം ചേർന്ന് ഭർതൃവീട്ടുകാർ നടത്തിയ മാനസിക പീഡനവുമാണ് 26 വയസ്സുകാരിയായ ജസീലയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് അവർ പറഞ്ഞു. മോഷണം മുതൽ കണ്ടെടുക്കണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം സാഹിദയുടെ നേതൃത്വത്തിൽ നേരത്തെ ജസീലയുടെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. കൂടാതെ ആദൂർ, വിദ്യാനഗർ സ്റ്റേഷനുകൾ സന്ദർശിക്കുകയും പോലീസ് മേധാവികളോട് കേസിന്റെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജുബൈരിയ സുബൈർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ മാഹിൻ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീറ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി റംസീന നന്ദിയും പറഞ്ഞു. ജസീലയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പോരാട്ടം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, വിമൻ ജസ്റ്റിസ്.